നമസ്കാരം. നാട്ടിലെ ഓണക്കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണം നമുക്കിവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നാട്ടിലെ ഓണക്കാഴ്ചകളിൽ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു ഇഷ്ടതാരമാണ്. പഴയകാല ചിത്രമായ അഴിയാത്ത ബന്ധങ്ങൾ എന്ന ചിത്രത്തിലൂടെ ഉപനായകനായി സെക്കൻഡ് ഹീറോ ആയിട്ടാണ് മലയാള സിനിമയിലേക്ക് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് മുൻനിര നായകന്മാരോടൊപ്പം ചലച്ചിത്ര TV മേഖലകളിൽ സീരിയലിൽ ഇപ്പം നിറസാന്നിധ്യമാണ്. 2026 ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെയായി ഏറെ സ്നേഹപൂർവ്വം ചങ്ങനാശ്ശേരി ചീരഞ്ചിറ സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നാട്ടിലെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം, ഷാജി സുരേഷ്. നമസ്കാരം ഷാജ. 2026 പൊന്നും ചിങ്ങത്തെ വരവേറ്റുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ എന്താണ്? ഞാനിപ്പം ചെയ്ത് കഴിഞ്ഞത് ഇരുവരവ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഇരുവരവ്. കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാനൊരു 10-25 സിനിമ ചെയ്തിട്ടുണ്ടല്ലോ. ലിജോയ്ക്ക് അറിയാവുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വില്ലൻ വേഷമാണ്. മാറി നോക്കാം. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഷാജാൻ ഇപ്പം ഇങ്ങനെ അല്ലേ ഇരുവരവില്. ശരിക്കും പറയട്ടെ, ഇരുവരവ് അതിന്റെ സ്റ്റോറിയും ഒപ്പം തന്നെ ആരാണ് ഡയറക്ഷൻ, അങ്ങനെ ഒരു നെഗറ്റീവ് റോളിലേക്ക് അല്ലെങ്കിൽ ഒരു വില്ലൻ റോളിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? പറയാം. അതായത് ഈ സലോഷ് എന്ന് പറഞ്ഞ ഒരു സലോഷ് ചമ്പക്കര, നമ്മുടെ സുഹൃത്താ. എനിക്ക് ഇപ്പോഴല്ലേ അത് മനസ്സിലായത്. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് നേരത്തെ പരിചയമില്ല. അപ്പം അദ്ദേഹം ഇവിടെ വന്നത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു രഘു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അതായത് വരെയും കാര്യങ്ങളെങ്കിൽ അദ്ദേഹം സ്കൂളിൽ വാദ്യാരായിരുന്നു, ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു. രഘു ശ്രീധർ. അതെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു, എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് ആർക്കാണ്, അപ്പം വന്നു കഴിഞ്ഞാൽ ഒന്ന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പം എനിക്ക് ഇദ്ദേഹത്തെ അറിയാൻ വയ്യ, അതായത് ഈ സലോഷനെ എനിക്കറിയാൻ വയ്യ. അപ്പം ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ജോലി ചെയ്താണല്ലോ. വന്നു, എന്നെ കണ്ടു ഉടനെ പറഞ്ഞു, എനിക്ക് സംതൃപ്തിയായി. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ പറഞ്ഞത് മുള്ളൻ ജോണി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പക്ക വില്ലനാണ്. അപ്പം ഷായ്ച്ചേട്ടനെ, അപ്പം എൻ്റെ ഈ മുടിയൊന്നും ഇങ്ങനെയല്ല, വേറെ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷായ്ച്ചേട്ടനാണ് ഈ റോളിൽ ആപ്റ്റ്, അപ്പോൾ ഷായ്ച്ചേട്ടൻ അത് ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് റോളാണ്. ഞാൻ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ബേസിൽ ഞാൻ ഏത് റോളും ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷായ്ച്ചേട്ടൻ ബുക്ക് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കമ്മിറ്റ് ചെയ്തത്. അതിപ്പോൾ തീർന്നിരിക്കുകയാണ്. ഈ മാസം അവസാനമോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടോ ഈ പടം റിലീസ് ചെയ്യാൻ. ആരൊക്കെയാണ് കൂടുതൽ? ഇതൊരു കൊച്ചു പടമാണ്. അതിൽ സായി ശങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് എൻ്റെ ഹീറോ. അതായത് അയാൾ 1-2 പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരാളാണ്. അദ്ദേഹം ഒത്തിരി സപ്പോർട്ട് പറഞ്ഞു, ഷായ്ച്ചേട്ടന് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, ഇത്രയും സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ. അപ്പോൾ അവനും ഞാനുമായിട്ട് ഒരുപാട് ഫൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, എന്തോ ഇതൊക്കെ സിനിമയല്ലേ. എത്ര ദിവസം ഉണ്ടായിരുന്നു? അത് പല ലൊക്കേഷനിലായിരുന്നു ലിജോ. ഇത് ഒന്ന് മൂവാറ്റുപുഴ, പിന്നെ കോഴിക്കോടും മൂവാറ്റുപുഴയിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട്, അപ്പോൾ അവർ ഓരോ സീൻ കഴിയുമ്പോഴും അവർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. ഒരു ഇരുവരവെന്നൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം പ്രതീക്ഷയുള്ള ഒരു പടമാണ്. എനിക്ക് ആരാണ് പ്രൊഡ്യൂസർ? ഈ സലോഷും അയാളുടെ ഭാര്യയും, ഇപ്പോൾ വേറെ ഒരാളൂടെ അതിൽ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അദ്ദേഹം കൂടി ചെയ്തിരിക്കുകയാണ്. കാര്യം ഇവർ ഒത്തിരി കഷ്ടപ്പെട്ടു. എനിക്കറിയാം, ഞാൻ അതിൽ ഈ കോഴിക്കോട് പോകുമ്പോഴും മൂവാറ്റുപുഴയിൽ പോകുമ്പോഴും ഒക്കെ അത് വളരെ കഷ്ടപ്പെട്ടു. അതായത് ഈയുടെ ഭാര്യയൊക്കെ ആയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അത്രയും അവർ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ശരിക്കും. എന്തായാലും അത് ഷായ്ചേട്ടന് ഒരു 2026 ഒരു മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്, ചീരഞ്ചിറ തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പിതാക്കന്മാർ വർഷങ്ങളായിട്ട് 100 വർഷത്തെ 150 വർഷത്തെ പരിചയം. കണ്ണമ്പള്ളി. അങ്ങനെയാണ് വീട്ടുപേര്. അതെ. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുപേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി ഒരു സ്ഥലത്തോട്ടൊക്കെ നമ്പരും. കുട്ടിക്കാലത്തിലെ ഓണ ഓർമ്മകൾ എന്താണ്? പ്രത്യേകിച്ച് ചീരഞ്ചിറ എന്ന് പറയുമ്പോഴത്തേക്ക് സാംസ്കാരിക വേദിയിൽ നിറസാന്നിധ്യമായ ധാരാളം ആളുകളുണ്ടായിരുന്നു. പിന്നെ ഇതൊരു എന്താ പറയുക, ഇതൊരു കാർഷിക പ്രദേശമാണ്. എന്താണ് നാട്ടിലെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ ചെറുപ്പത്തിൽ
എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബത്തിലുള്ള പരിചയത്തിലുള്ള, അതായത് നമ്മുടെ ഒരു കുടുംബത്തിലെ പരിചയത്തിലുള്ള എല്ലാ ആൾക്കാരും വരും ഇവിടെ വന്നിട്ട്. അത് അന്നുണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓണത്തിന് പ്രത്യേക ഒരു ചീടയുണ്ട്, കാവറുത്തതുണ്ട്. ഇപ്പം ഇതെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാവരും വന്ന് എല്ലാവരും രാവിലെ എണ്ണിക്കുക. അപ്പം അന്ന് ഈ നസ്രാണികൾക്ക് അത്ത ഇടുന്ന ഒരു ചടങ്ങെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അത്തവിടിയിൽ ഇന്ന് കേരളത്തിൽ മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും അത്തവും അതും ഇതും എല്ലാം ആഘോഷിക്കുന്ന പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ഞാൻ അതിനെപ്പറ്റി പറയാം. ഈ ഓണം എന്ന് പറയുന്നത് ഒരു ഐതിഹ്യം എന്ന് എല്ലാവരും ഉൾക്കൊള്ളുകൊണ്ട്, അത് നസ്രാണികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഒരുമിച്ച് കേരളത്തിലുള്ള മലയാളികൾ, അല്ലെങ്കിൽ അതിനപ്പുറം ഇപ്പം നമ്മുടെ വെളിയിലുള്ളൊക്കെയുള്ള ആൾക്കാരൊക്കെ അവിടെ ലിജോ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും വള്ളംകളി വരെ ഉണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് പലർക്കും കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതെ. അപ്പം ഈ മലയാളികൾ ഉള്ള എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്നുണ്ട്. ഭയങ്കര നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആഘോഷിക്കുന്നതിൽ കൂടുതലായിട്ട് വെളിയിലുള്ള ആൾക്കാർ ഇത് ആഘോഷിക്കും. വിദേശത്തുള്ളവർ ശരിക്കും ഇത് ആഘോഷിക്കും. അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. എനിക്ക് പറയാനുള്ളത് അന്നത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല. അന്നും എനിക്ക് ഈ ഓണം എന്നുള്ളത് എങ്ങനെ ഈ ഓണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതിനെപ്പറ്റി ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായത് ഒരു നല്ല ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി, അതാണല്ലോ മഹാബലി. അപ്പം അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐതിഹ്യമാണ് ഒരു ജനത, അതായത് ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ഭരണം ഉണ്ടായി എന്നുള്ളൊരു ഐതിഹ്യമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇതൊരു ഐതിഹ്യമാണ്. ഇത് നടന്ന സംഭവം ആണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇതൊരു ഐതിഹ്യമാണ്. ആ ഐതിഹ്യം ഉണ്ടാകാൻ കാരണം ഇവിടുത്തെ പഴയ ആൾക്കാർക്ക് അന്നും ഇന്നും ഓണം എന്ന് ഇപ്പോഴും ആഘോഷിക്കുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് എന്ന് പറയുന്നത് നല്ലൊരു ഭരണം വേണം, സമൃദ്ധമായ ഒരു ഭരണം വേണം. നല്ലൊരു ഭരണം ഉണ്ടായാൽ തന്നെ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. കാരണം കള്ളമില്ല, ചതിയില്ല, പൊളിവചനങ്ങളില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല. ഇന്നെന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? അതെ അത് ഓർക്കുമ്പോൾ നമ്മൾക്കൊക്കെ വലിയ വിഷമമാണ്. കാരണം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ദുരൂഹ മരണങ്ങളുടെയൊക്കെ ഒരു നടുവാണ് അല്ലേ. എന്തായാലും നമ്മൾ ഓണക്കാലത്ത് ഇതൊന്നും അല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ഓണക്കാഴ്ചകളാണ് ശ്രോതാക്കളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ഓണക്കാഴ്ചകൾ തുടരുകയാണ്. സിനി ചലച്ചിത്ര TV താരം ഷാജി സുരേഷാണുള്ളത്. എനിക്ക് തോന്നുന്നു ഷാജി ചേട്ടൻ വലിയ ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളിങ്ങോട്ടൊരു മുൻനിര നായകന്മാരുടെ സിനിമ, അതായത് മുൻനിര നായകന്മാർ എന്ന് പറയുന്ന പലരും അവരുടെ ഒരു സ്റ്റാർഡമിലേക്ക് എത്തിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തോടൊപ്പം വേഷം ചെയ്യാൻ പറ്റി. ഇപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ അറിവിലേക്ക് പറയുമ്പോൾ അനുഭൂതി സുരേഷ് ഗോപിയുടെ ഒരു പടമാണ്. സുരേഷ് ഗോപി, ഖുഷ്ബു, കാവേരി, വാണി വിശ്വനാഥ്, നമ്മുടെ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും, ജഗതി ശ്രീകുമാർ, രാജൻ ബി ദേവ്, മണിയൻ പിള്ള രാജു, അങ്ങനെ എല്ലാ മലയാള സിനിമയിലെ എല്ലാ ആളുകളും ഉള്ളിടത്ത് ഒരു ഫ്രെയിം, അങ്ങനെ ഒരു ഫ്രെയിമിൽ ഒരു വെടിക്കാരൻ തൊമ്മിയായിട്ട് അനുഭൂതി എന്ന ചിത്രത്തിൽ, അതായത് മരപ്പട്ടിയെ പിടിക്കാൻ പറ്റും സുരേഷ് ഗോപിയായിട്ടായിരുന്നു കോമഡി സീൻസ്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു എല്ലാ മുൻനിര നായകന്മാരും, പ്രത്യേകിച്ച് ലാലേട്ടൻ, മമ്മൂട്ടി, സുരേഷ് ഗോപി, അങ്ങനെ എല്ലാവരുമായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഷാജിച്ചേട്ടൻ്റെ ഒരു ഗോഡ് ഫാദർ ആരാണ്? എനിക്ക് സിനിമാ ഫീൽഡിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല. കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അത് ഒരു സന്തോഷ് ചെറുമാട്ടയിൽ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അപ്പം ഞാനും ഇയാൾ സിനിമയ്ക്ക് മുമ്പ് ഉള്ള ഒരു ബന്ധമാണ്. അപ്പം ഇതെല്ലാം ഇതിന് ശേഷമാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ പടം, അതായത് ഈ അഴിയാത്ത ബന്ധങ്ങളിലെ സെക്കൻഡ് ഹീറോ വേഷം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഒരു സംശയം, അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പാണ് നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് അഴിയാത്ത ബന്ധങ്ങളിലെ സെക്കൻഡ് ഹീറോ? അന്ന് ഷാജിച്ചേട്ടൻ ഇതുപോലല്ല ഇരിക്കുന്നത്. സുരേഷ് ഗോപി രാജാവിൻ്റെ മകനകത്ത് വില്ലൻ വേഷം മോഹൻലാലിനോടൊപ്പം വേഷങ്ങൾ ചെയ്യാൻ വരുന്ന സമയത്ത് ഇരിക്കുന്ന അതേ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഓർത്തുപോയി. അന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ കിട്ടിയിട്ട് നാട്ടിലൊക്കെ വരുമ്പോൾ ഒരു അവസ്ഥ എന്താണ് ഷാജിച്ച? പടം ഇറങ്ങി കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്തായിരുന്നു? അന്നും നമുക്ക് ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് അതുപോലെ ഒരു പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാ വീടുകളിലും ഇവിടെയുള്ള എല്ലാ വീടുകളിലും അടുക്കള വരെ ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്.
അങ്ങനെ ഒരു പ്രവർത്തന മേഖലയിലായിരുന്നു ഞാൻ. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ച് ഒരു 50 ദിവസം അല്ല 100 ദിവസം പടം ഓടുമ്പോൾ ഇവർ നമുക്ക് ഇതൊരു ഷീൽഡ്, അതായത് 50 ദിവസത്തെ ഷീൽഡ് അല്ലെങ്കിൽ 100 ദിവസത്തെ ഷീൽഡ്, അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തരുമ്പോൾ ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഞാനിവിടെ നമ്മുടെ ആൾക്കാരെയൊക്കെ, അതായത് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇത് പ്രദർശിപ്പിക്കായിരുന്നു. അത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ ആദ്യമേ 7ാം വയസ്സിലാണ് ആദ്യമേ നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടകമാണ് തുടക്കം. നാടകമാണ് തുടക്കം. അത് അമച്വർ നാടകമാണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും ഭയങ്കര താല്പര്യമായി. പിന്നെ നാട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലൊക്കെ വരുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയും നമുക്കൊരു നാടകം ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രായമായി, സിനിമ കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഇവിടുത്തെ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടുത്തെ ഒരു പള്ളിയുടെ ധനശേഖരണാർത്ഥം ഇവിടെ വന്നിട്ട് അതിൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ടും പറഞ്ഞു അത് ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു നാടകം ചെയ്തു തരണം. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആ നാടകം നമ്മൾ ചെയ്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ പാസ് വെച്ചിട്ട് നടത്തണമെന്ന് തീരുമാനിച്ച്, അങ്ങനെയാണല്ലോ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഉദ്ദേശിച്ചതിൽ കൂടുതൽ പൈസ കിട്ടി. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നാട്ടുകാരെന്നെ ഒരുപാട് സ്നേഹിച്ചു. ഇപ്പോഴും അവരെൻ്റെ കൂടെയാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ഇപ്പം ലിജോ എന്നോട് വന്ന് ആദ്യമേ പറയുമ്പം ഇത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് പറയുമ്പോഴും ഇത് നാട്ടുകാരൊക്കെ കാണുന്നതാണല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പം ഈ സംസാര വേദിയിൽ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത്, അന്ന് സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉപനായകനൊക്കെ ആയതിനു ശേഷമുള്ള ഒരു നാട്ടിലേക്ക് ഒരു അവസ്ഥ എന്തായിരുന്നു? അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ ലിജോ, ഒരു പരിപാടി ഇല്ലെങ്കിൽ പോലും അവർ കുറച്ച് ആൾക്കാർ കൂടി എന്തെങ്കിലും ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ എങ്ങനെ എന്നെ ഉൾക്കൊള്ളിക്കാൻ അവർ ഒരു ഭയങ്കര ശ്രമം നടത്തിയായിരുന്നു. അപ്പോൾ അത് ഷായിച്ചേട്ടൻ വന്നിട്ട്, ഷായിച്ചേട്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്, ഷായിച്ചായൻ എന്ന് വിളിക്കുന്നവരുണ്ട്. എന്നെക്കായാലും എൻ്റെ വല്യമ്മയുടെ പ്രായമുള്ളവരും എന്നെ ഷായിച്ചായ അല്ലെ ഷായിച്ചേട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വെച്ചിട്ട് എന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വിളിക്കും. അപ്പോൾ എല്ലാവരും കൂടി അവർ തരുന്ന ഒരു സ്നേഹം ഇപ്പോഴും ഈ ഓണക്കാലത്ത് ഞാനതെല്ലാം ഓർക്കുകയാണ്. ഒരുപാട് ഓർമ്മയുണ്ട് എനിക്ക് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. വളരെ ഒത്തിരി സന്തോഷമുണ്ട് ആ കാര്യം. അടുക്കള കയറി എന്തെങ്കിലും പാചകം ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യും, അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഓണനാളുകളിൽ ഭാര്യയോടൊപ്പം സഹായിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വല്ല അറിയാതോ അറിഞ്ഞോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ? ഇത് അറിയാതെയല്ല ലിജോ, ഞാൻ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കൂടുതൽ വാചകമാണോ? അതല്ല, പാചകമായിട്ട് മാറുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപ്പെട്ട എല്ലാ പാചകങ്ങളും. അതായത് എൻ്റെ വല്യമ്മ 100 വയസ്സ് ആകാൻ 2 മാസം ഉള്ളപ്പോഴാണ് മരിക്കുന്നത്. എൻ്റെ വല്യമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ, എന്നെ കൂടി ചേർത്തുകൊണ്ട് ഈ വല്യമ്മച്ചി ഉണ്ടാക്കുന്ന ഈ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനിത് കൂടെ ഇത് കാണുന്നുണ്ട്. എന്നെ പഠിപ്പിച്ചതൊന്നുമല്ല, ഞാനിത് കണ്ടുകൊണ്ട്. എൻ്റെ വൈഫെന്ന് പറയുന്നത് ജെമിനി, അറിയാമല്ലോ, ഇവിടെ വന്ന് നേരത്തെ അറിയാമല്ലോ. അപ്പം ഭാര്യ ഒരു 10-28 വർഷം ഇറ്റലിയിലായിരുന്നു. അവിടെയാണ് പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇറ്റാലിയൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയാം. നമുക്കിപ്പോൾ അവിടെ അലുവയും മീൻകറിയും പോലെ. അതെ. അപ്പോൾ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരത്തി ഒത്തിരി സ്ട്രെയിൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും കാര്യമില്ല, ഞാൻ ഐനോ എവറിത്തിങ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ അന്നൊക്കെ ഈ മീൻകറി വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കറിയില്ല. അവിടുത്തെ രീതിയാണ്. ഇറച്ചിക്കറി വെക്കാൻ അറിയാൻ വയ്യ. കാര്യം നസ്രാണികളുടെ ഒരു മെയിൻ. ചേട്ടാ, നമ്മള് ഓണത്തിന്റെ പരിപാടിയിലാണ് ഇരിക്കുന്നത്. വെജിറ്റേറിയനെ പറ്റി വേണം നമ്മൾ പറയാനായിട്ട്. കാളൻ, ഓളൻ, പുളിശ്ശേരി, സാമ്പാറ്, പരിപ്പ് കറി, ഒഴിച്ചുകൂട്ടര്, മാമ്പഴ പുളിശ്ശേരി തുടങ്ങിയ കാര്യങ്ങളെ പറ്റി വേണം നമ്മൾ സംസാരിക്കാൻ. ഇതൊന്നും ഇപ്പം ഇതെല്ലാം പഠിച്ചു. ഇപ്പം നല്ല മാമ്പഴ പുളിശ്ശേരി വെക്കും, പിന്നെ എരിശ്ശേരി വെക്കും. അപ്പം ഇതെല്ലാം വെജിറ്റേറിയൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എനിക്ക് വെജിറ്റേറിയൻ വലുതായിട്ട് ഇഷ്ടമല്ല, എങ്കിലും സൈഡായിട്ട് കഴിക്കുന്നതല്ലാതെ നല്ലൊരു സാമ്പാറൊക്കെ ഇഷ്ടമാണ്. അതായത് എൻ്റെ ഭാര്യ വെക്കുന്ന സാമ്പാർ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലി സാമ്പാറില്ലായിരുന്നു. ഇറ്റലിയിൽ സാമ്പാർ ഇല്ല എന്ന് പോലും ഇവിടെ വന്നിട്ട് ഭാര്യ ഭയങ്കരമായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചു. അതായത് ഇപ്പം ദോശ ഉണ്ടാക്കിയാലും ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കിയപ്പോഴും പുള്ളി അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ചേട്ടാ, ഇനിവേ ഈ ഓണ ക്ലബ്ബുകളിലൊക്കെ അതിവിടെ ഇഷ്ടംപോലെ ക്ലബ്ബുകളൊക്കെ ഉള്ള സമ്മാനങ്ങൾ പോലൊക്കെ മേടിച്ചിട്ടുണ്ടോ? ഒരുപാട് സമ്മാനങ്ങൾ. എന്നായിരുന്നു ആ സംഭവങ്ങൾ? അന്ന്
അതായത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7 വയസ്സിലുള്ളപ്പോൾ തൊട്ട് ഈ കലാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ അവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ ഈ എനിക്ക് നാട്ടുകാർ തന്നതും പിന്നെ സിനിമാ ബേസിലും കിട്ടിയതും ഒരുപാട് അങ്ങനെയുള്ള അവാർഡുകളാണ്. എനിക്ക് ഈ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടുന്നില്ല, ഉപരിയാണ് ആ സ്നേഹം. ഈ നാട്ടുകാരിത് തരുമ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടിത്തരും. ഇവിടെ എത്ര ക്ലബ്ബുകളുണ്ടായിരുന്നു? ഇവിടെ ചീരഞ്ചിറ പിന്നെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, കോസ്മോപൊളിറ്റൻ ലൈബ്രറി. അവിടെയൊക്കെയാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ തുടക്കം. ഷൈജേട്ടൻ ഏതൊക്കെയായിരുന്നു മത്സരങ്ങളിൽ അന്ന് പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു? മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുഞ്ചിരി മത്സരം. അപ്പോൾ പുഞ്ചിരി മത്സരത്തിലാണ് തുടക്കം. ചാക്കി കയറി ഓട്ടം, കലന്തല്ലി പൊട്ടീര്, റൊട്ടികടി, തവളചാട്ടം, തുമ്പിതുള്ളൽ, അങ്ങനെ കിടക്കുകയല്ലേ മത്സരങ്ങളുടെ ഒരു ബഹളം. എൻ്റെ റിജോ ഈ പറഞ്ഞ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മത്സരങ്ങളാണ് ഇതെല്ലാം. ഇതിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് തുമ്പിതുള്ളൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതായത് ഇവിടെ പിന്നെ കർഷക തൊഴിലാളികളുടെ ഒരു ഏരിയയാണ് ഇവിടെ. അപ്പം അവിടെയുള്ള പഴയ അമ്മച്ചിമാർ അങ്ങനെയുള്ളവർ ഇവർ ഒരുപാട് പാട്ടുകളൊക്കെ പാടും. തുമ്പിതുള്ളൽ അവരാണിവിടെ ഈ ചീരഞ്ചിറയിൽ അവരാണ് നടത്തുന്നത്. നമുക്ക് അന്നത്തെ കാലത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇവരുടെയൊക്കെ തുമ്പിതുള്ളലും അതൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മകളാണ്. പാട്ടുകളുണ്ട്. ഒന്നാം ഗണപതി ഭഗവതിയെ നിന്നുടെ മുടിക്കെട്ടിൻ മുല്ലപ്പൂ വാസന എനിക്കാരും തന്നതുമല്ല ഞാനൊട്ട് എടുത്തതുമല്ല മുല്ലയുടെ ചോട്ടിൽ കൂടി പകിട കളിക്കാൻ പോകുമ്പോ മുല്ലപ്പൂ പൊഴിഞ്ഞെന്റെ തലയിൽ വീടേ. എല്ലാ തുമ്പിക്കും നാണമുണ്ട്, ഞങ്ങളുടെ തുമ്പിക്ക് നാണമില്ലേ? ഇത് ഭയങ്കരമായിട്ടാണ്. ഇത് ലിജോ ഇതൊക്കെ എങ്ങനെ? അല്ല, ഞാൻ നാട്ടുപ്രദേശത്തല്ലേ ജീവിച്ചത്. എനിക്ക് തോന്നുന്നു അവിടുത്തെയൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു തുമ്പി തുള്ളുന്ന ആളുടെ ഒരു കളിയൊക്കെ. ശരിക്കും കാലം 2026 നമ്മൾ എത്തിയിരിക്കുകയാണ് അല്ലേ? കളികള്, സാംസ്കാരികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോസ്കോയിലൊക്കെ പോയാൽ കാണും, അല്ലെങ്കിൽ നമ്മൾ കുറുമ്പനാടിന് ഉൾപ്രദേശത്തൊക്കെ എഴുത്തുപള്ളിയിലൊക്കെ ഒരു സംഘടനയൊക്കെ ഉണ്ട്. ഒരുപാട് സംഘടന ഉണ്ടായിരുന്ന പല ക്ലബ്ബുകളും ഇന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ഇപ്പോൾ കുട്ടികളില്ല അല്ലേ? ഒരു +2 കഴിഞ്ഞതിന് ശേഷം വിദേശത്തെ മോഹമാണ്. എന്താണ് നമ്മുടെ നാട്ടിലില്ലാത്ത എന്തോ വിദേശത്ത് ഉള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ നമ്മുടെ സാംസ്കാരികതയൊക്കെ ഇപ്പോൾ ഉള്ളവർ കുറച്ച് വരാം. പക്ഷേ രാജേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇവിടെ അല്ല ആഘോഷം. അതെ, മറ്റുള്ള ദുബൈയിൽ 10-20 ദിവസമൊക്കെയാണ് ഓണം. അതെ അതെ 20 ദിവസമൊക്കെയാണ് മലയാളി. എന്തോരം മലയാളി അസോസിയേഷനുണ്ട്. ഞാനിപ്പോൾ ഷൈജനിലേക്ക് വരുമ്പോഴത്തേക്ക് മുൻധാര നായകന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഞാൻ കൂട്ടിച്ചേർത്ത് പോകാത്തൊരു സാധനമാണ്. ഈ ആറിലൂടെ അഭിനയിച്ചപ്പോഴാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ നമ്മോടൊപ്പം ചേർന്ന് സാരമില്ല ഒന്നുകൂടെ പറഞ്ഞാൽ മതി ശരിയായിക്കോളും. ഈ സുരേഷ് ഗോപിയുണ്ട്, മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, അവരോടൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് ആരോട് അഭിനയിച്ചപ്പോഴത്തേക്കാണ് ഒരു വൈബ് തോന്നിയത്? എനിക്ക് ആദ്യമേ ഫസ്റ്റ് പടത്തിൽ ഞാനും മോഹൻലാലുമായിട്ടൊരു കോമ്പിനേഷൻ സീനില്ല. ആ കഥയെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കല്യാണം പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ പ്രേമിച്ച് അങ്ങനെ പോകുന്ന അഴിയാത്ത ബന്ധങ്ങൾ. അപ്പോൾ അങ്ങേരുമായിട്ടൊരു ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു ഷോട്ടൊന്നുമില്ല. അപ്പം ഇവിടെ അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോഴാണ് മോഹൻലാലിനെ നമ്മൾ അറിയുന്നത്. അന്ന് മോഹൻലാൽ വലിയൊരു സ്റ്റാറിന്റെ ഒന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ 3-4 പടങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അതെ. പിന്നെ ഇങ്ങേരുടെ ഒരു സ്വഭാവം എനിക്ക് മനസ്സിലായത് വർണ്ണപ്പകിട്ട് ഞാൻ ഇങ്ങേരുടെ അളിയനായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അളിയനാണ് കേട്ടോ. അദ്ദേഹം വളരെ ഫ്ലെക്സിബിളാണ്. നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ സീൻ ചെയ്യുന്ന സമയത്ത് അന്ന് ഡിജിറ്റൽ അല്ല, ഫിലിമാണ്. അപ്പൊ ഒരുപാട് ടേക്കുകളൊന്നും പോകാൻ പാടില്ലാത്ത ഒരു സമയം. ഷൈജേട്ടന് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ലാലേട്ടനോടൊക്കെ അഭിനയിക്കുമ്പോൾ? എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് നേരിട്ട് അഭിനയിക്കുന്ന സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണപ്പകിട്ടും ഒക്കെയാണ്. വേറെ പിന്നെ തന്മാത്രയുണ്ട്. തന്മാത്രയിൽ കുറേ സീൻസിലുണ്ട്. ഞാൻ അങ്ങനെ അടുത്ത ഒരു സുഹൃത്തായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ്. അതെ, ജയതിച്ചേട്ടനുണ്ട്, ലാലേട്ടനെ, ഷൈജേട്ടനെ. അപ്പൊ നിങ്ങൾ 3 പേരുടെ ഒരു സീനാണ്. അതെ, അത് ഒരു സീനിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാം വളരെ കൊച്ചു പിള്ളേരെ പോലെയാണ്. വേറെ കുറേ തമാശകളൊക്കെ പറയും. ഈ നമ്മുടെ കൂടെ അടുത്ത സീനിൽ അഭിനയിക്കുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര കരുത്തിൽ കൈയൊക്കെ ഇട്ടിട്ട് എല്ലാവരോടും അല്ലേ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട്
നമുക്ക് അടുത്ത സീൻ ഇങ്ങനൂടെ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനില്ല. പക്ഷേ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം കഥാപാത്രമായി മാറുന്ന ഒരു രീതി ഭയങ്കരമാണ്. അത് അയ്യോ അതിന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡ് ഗിഫ്റ്റാണ്. അത് വളരെ ഭംഗിയായിട്ടത് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു തന്മാത്ര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അങ്ങനെ ചെയ്തൊരു വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര. കാരണം ഷാജേട്ടൻ്റെ ആ സമയത്താണ് ഒരു വൈകാരിക രംഗം എടുക്കുന്നത് അല്ലേ? അതെ, അസുഖത്തിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ അദ്ദേഹം ഡ്രസ്സെല്ലാം വലിച്ചെറിഞ്ഞേച്ച്, കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ? അഴിമതിയില്ല, കൈക്കൂലിയില്ല, നല്ലൊരു കുടുംബസ്ഥനായിട്ടുള്ള ആളാണ് പെട്ടെന്ന് ഒരു രോഗിയായി മാറുന്നത്. ശരിക്കും അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഷാജേട്ടനെ ഒരുപാട് ചിന്തിപ്പിച്ചാണോ ക്യാരക്ടറായി മാറിയത്? ക്യാരക്ടറായിട്ട് അങ്ങനെ മാറുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിപ്പം അല്ല, അന്നേരപ്പോഴും എനിക്കിതൊക്കെ സിനിമയാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ക്യാരക്ടർ, അതായത് അങ്ങനെ ഈ പിന്നെ ഇങ്ങനൊരു അസുഖം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമ്മളെ തുറന്നു കാണിക്കുക. അപ്പം നമുക്കെല്ലാം കൂടെ നിൽക്കുന്ന അപ്പോൾ നമ്മളെല്ലാവരും ക്യാരക്ടറിലേക്ക് വരികയാണല്ലോ. അപ്പം നമുക്കിത് ഭയങ്കര ഒരു വേദനയായിട്ട് മാറും. അതുകൊണ്ടാണ് ആ പടം അത്രയും ഭയങ്കരമായിട്ട് വിജയിച്ചത് കേട്ടോ. കാരണം ബ്ലെസ്സിയുടെ തന്മാത്ര. അതെ. ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനിക്കറിയാം. ബ്ലെസ്സി സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ബന്ധമാണ് എനിക്ക്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഈ സിനിമയിൽ. അപ്പോൾ തന്നെ മമ്മൂട്ടിയായിട്ടുള്ളത് എങ്ങനെയായിരുന്നു? മമ്മൂക്ക അത് തച്ചിലടച്ചുണ്ട്. അതെ. അത് വരുമ്പോഴത്തേനെ ഈ മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഈ അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ എനിക്ക് അന്നേരപ്പം തോന്നി. എനിക്ക് ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മോനെ ആ സമയത്താണ് ഉണ്ടാകുന്നത്. ഈ ചുണ്ടൻ്റെ സമയം ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നത്. ഞാനത് കൊടുങ്ങൂര താമസിക്കുന്നു. ഇവിടെയല്ല, കൊടുങ്ങൂരാണ്. അപ്പോൾ അവിടുന്ന് വൈഫിന് ഭയങ്കര ഹൈ BP. അപ്പം നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്ന മക്കൾ വേണം എന്നുള്ള രീതിയിൽ. അപ്പം ഡോക്ടർ പറഞ്ഞ് BP കൂടിക്കഴിഞ്ഞാൽ അന്നേരം ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഹോസ്പിറ്റൽ വീട് ടു ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ പടം ചെയ്തത്. അതെനിക്ക് ബാബു ജനാർദ്ദൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ ബാബു എന്നെ വിളിക്കുന്നു, ഒടു ഇത് നമ്മളിങ്ങനെ ഇതെല്ലാം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഈ സീൻ ഒന്ന് വരണം. അപ്പം വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്, ഭയങ്കര പ്രശ്നങ്ങളോട് നിൽക്കുന്നത്. അപ്പം ഞാൻ രാത്രി മുഴുവനും അവിടെ ഇരുന്നിട്ട് രാവിലെ വേണം. അന്നെനിക്കൊരു ബുള്ളറ്റ് ഉണ്ട്. കുട്ടനാട്ടിലാണ് ഷൂട്ടിംഗ്. പുളിമുന്നിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞ് അപ്പം ഒരു വലിയ സീനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാനവിടെ വന്നു, മേക്കപ്പ് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും മമ്മൂക്ക ഇച്ചിരി മാറി. അപ്പോൾ ഞാനും മമ്മൂട്ടായിട്ട് നേരത്തെ കണ്ടിട്ടുമില്ല, ഒരു പരിചയമില്ല. അപ്പം ഈ മമ്മൂക്കയുടെ സ്വഭാവം വെച്ചിട്ട്, ബാബു എവിടെയാ നിങ്ങളുടെ ആർട്ടിസ്റ്റ് വന്ന് നമ്മുടെ സമയം കളയുമോ? അപ്പം എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ നിൽക്കുകയാണ് കുട്ടിയുടെ കാര്യത്തിലാണ്. അതെ. അപ്പം ഇതുവരെ എൻ്റെ പുത്രൻ ആയിട്ടില്ല. അപ്പം ഭയങ്കര ഒരു വല്ലാത്തൊരു ടെൻഷനിലാണ്. അപ്പം ഞാൻ ബാബുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാവുമോ? ഞാനങ്ങ് പൊക്കോട്ടെ. ഒരു മമ്മൂക്ക എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവമുള്ളൂ. അങ്ങേപ്പം കണ്ടോ, അടുത്ത സീൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്ന് ബാബു എന്നെ സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. അല്ലെ ഞാൻ അവിടെ നിന്ന് പോരും. കാര്യം അതിൽ ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഫസ്റ്റ് സീൻ കഴിഞ്ഞു. ഭയങ്കര വൈൽഡ് സീനാണ്. ഡയറക്ടർ അതിനു മുമ്പ് IB ശശിയുടെ ഒരു പടം ചെയ്യുമ്പോഴത്തേന് ഞങ്ങൾ പരിചയപ്പെട്ടൊരു അസോസിയേറ്റ് ഷാജു കാര്യമാണ്. അപ്പം എന്നോട് പറഞ്ഞു, നമുക്ക് നോക്കാം. ഭയങ്കര വൈൽഡായിട്ടൊരു സീനാണ്. അതിൻ്റെ അകത്ത് തിലകൻ ചേട്ടനുണ്ട്, നെടുമുടി വേടിച്ചെന്നെ കുടിച്ചിട്ടിരിക്കുന്ന കുഴിമാന്താൻ വേണ്ടി വരുന്നതാണ്, ഉരുതുപ്പെട്ട ആർട്ടിഫിഷ്യൽ എല്ലാം ഉണ്ട്. ഞാനാണ് ഈ സീൻ ഓപ്പൺ ചെയ്യേണ്ടത്. തഹസിൽദാരായിട്ട് RDO. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടി വരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് സമ്മതിക്കാതെ തിലകൻ ചേട്ടൻ്റെ കഴുത്തിന് പിടിച്ച് സമ്മതിക്കുന്നില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിച്ചപ്പോൾ സാർ എങ്ങനെയാലും ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം ഡയറക്ടർ ഇത് ഓക്കെ ഷാജി മതി, ഓക്കെ നല്ലതായിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് നമുക്ക് പറഞ്ഞു, നന്നായിരിക്കുന്നല്ലോ, ഇതാണ് അങ്ങേരുടെ ഒരു സ്വഭാവം. അല്ല, അദ്ദേഹം വളരെ മോട്ടിവേറ്റഡ് ആണ്. കാരണം എന്നോട് പാഷാണ ഷാജി പേടിയുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഉല്ലാസ് പന്തളം ആ സിനിമയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, അപ്പം നീ അവിടെ ഡയലോഗ് പറയുന്നതിലൂടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് എങ്ങനെയാണ് മമ്മൂക്കാടൊക്കെ എങ്ങനെ, കാരണം ഇവർക്കെല്ലാം അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അല്ലേ. 2026
ഈ വർഷത്തെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എങ്ങനെ ആഘോഷിക്കാനാണ് പരിപാടി ഈ ഇട്ടിരിക്കുന്നത്? വർഷത്തെ ഓണം എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ഒരു വർഷമാണ്. അല്ല, അതായത് ഒരു 2026 ഒരു പുതിയ ഫിലിം കഴിഞ്ഞിട്ടിരിക്കുന്ന. അതെ അതെ, അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. കാരണം എനിക്ക് ഈ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പോയി. എനിക്കത് പറ്റാതെ വന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സംഭവത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സൊല്യൂഷനെ വിളിക്കുന്നത്, ഈ പടം ചെയ്യുന്നത്. അതിനുശേഷം വല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. 2-3 പടം കമ്മിറ്റ്മെൻറ്റ് വലിയ പടങ്ങളാണ്. വലിയ പടങ്ങളാണ്. വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു പടമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. സീരിയൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? സീരിയലിൽ ഞാൻ ഒത്തിരി ഗ്യാപ്പുണ്ട് ഇപ്പം. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സീരിയൽ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ, നമ്മൾ തിരുവനന്തപുരത്ത് അല്ലെ എറണാകുളത്ത് ഷൂട്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് കൂടുതലും അവർ റൂം തരികയല്ലേ നമുക്ക്? പണ്ടൊക്കെ തരുമായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും രാജധാനി പോലുള്ള ഹോട്ടലുകളൊക്കെയാണ് എനിക്ക് റൂം വന്നിട്ടുള്ളത്. എല്ലാ ആർട്ടിസ്റ്റുകളും, എനിക്ക് മാത്രമല്ല എല്ലാവരും. നടൻ മനോജ് കെ ജയനുമായിട്ടുള്ള ഒരു പിന്നെ മനോജ് കെ ജയനെ പലയിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണ്. തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുമ്പോൾ ഈ മനോജ് നമ്മുടെ വലിയ സുഹൃത്താണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ വരികയും എന്നോട് ഇവിടെ കോട്ടയത്തായിരുന്നു. അപ്പം മനോജ് എന്നോട് പറയും, സുരേഷ് സീനിയറിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ? അപ്പോൾ അല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലോ? ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ അന്ന് മനോജൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു. നമ്മൾ ഈ ചാൻസ് ചോദിച്ച് ഓരോ ഡയറക്ടേഴ്സിനുമൊക്കെ കാണുന്ന ഒരു സമയത്ത് ഞാനൊരു പിന്നെ രാമനിലയം എന്ന് പറഞ്ഞ ഒരു റൂം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഈ മനോജ് അന്ന് തൊട്ട് നമുക്കറിയാം, വീട്ടിൽ വരും, വീട്ടിലൊരു അംഗം പോലെയായിരുന്നു മനോജ്. ഇടയ്ക്ക് ആദ്യ സമയത്തൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഇങ്ങനെ അങ്ങോട്ട് വിളിക്കാറില്ല. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പിന്നെ ഈ താങ്കൾക്ക് പടം തന്നുകൊണ്ടിരുന്ന ആളുകൾ ആരും ഇപ്പോൾ പടങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇല്ല പഴയ ഈ ഒരുപാട് തിരക്കഥകൾ ചെയ്ത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്തായിട്ടുള്ള ബാബു ജനാർദ്ദനൻ, എനിക്ക് തോന്നുന്നു ഷാജാന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. അതെ, ബാബുവിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്. കാരണം ബാബു ആയിട്ട് എനിക്ക് നേരത്തെ ഒരുപാട് പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പടം കഴിഞ്ഞ് അവരൊരു വണ്ടി വാങ്ങിച്ചു തന്നു. അതിൽ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഈ കാലിനും കൈക്കും ഫ്രാക്ചറായിട്ട് ഞാനിങ്ങനെ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പടം വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഒരു ഏകദേശം ഒരു 6-7 മാസം ഞാനിങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ നിന്നു. അപ്പം ബാബു രാവിലെ വരും, എന്നോട് കഥ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കിടന്ന കിടപ്പിൽ ഇതെല്ലാം കേട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫ്രണ്ട് സദാനന്ദൻ, അപ്പുക്കുട്ടൻ എന്നാണ് അറിവ്, ഈ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന് താമസിക്കുന്ന ഒരാളാണ്. പുള്ളി മരിച്ചുപോയി. എനിക്ക് എൻ്റെ ഒരു ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിരുന്നു അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്, അതിൽ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോയി താമസിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നെ വിളിക്കുന്നു ഒരു സ്ക്രിപ്റ്റ് വേണം. അതായത് അനിൽ ബാബു എന്നുള്ള അനിൽ എന്നെ വിളിക്കുന്നു. അളിയ ഞങ്ങൾ അതുപോലെ അങ്ങനെ ഒരു ബന്ധത്തിലുള്ള ഒരു സുഹൃത്താണ്. അപ്പോൾ എന്നോട് വിളിക്കുന്നു, എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഒരു ഗൾഫ് പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, അത് ഉടനെ ചെയ്യണമല്ല, അങ്ങനെ തിരിച്ചു പോയി കഴിയുന്നതിന് മുമ്പ് നമുക്ക് പടം തുടങ്ങണമെന്നാണ് അങ്ങനെ പറയുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ ബാബു ജനാർദ്ദനാണ്. അപ്പം ഞാൻ ബാബുവിനെ വിളിച്ചിട്ട് അനിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. ഈ സംഭവം എല്ലാം ഓക്കെ ആകുന്നു. അതാണ് അനന്തവൃത്താന്തം ഫസ്റ്റ് പടം. അത് നല്ല രീതിയിൽ പോയ പടമാണ്. അത്യാവശ്യം കുഴപ്പം. അന്ന് സായി കുമാർ നല്ല ചെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിൻ്റെ റാംജിറാവ് കഴിഞ്ഞിട്ടുള്ള അതെ രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ഹീറോയിൻ. അപ്പം ഞാനും മനോജും ഒക്കെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അത് ഭയങ്കര രീതിയിൽ പോകുന്നു. പിന്നെ അങ്ങോട്ട് ബാബുവിൻ്റെ ഒരു സമയമായിരുന്നു. എല്ലാവിധ ആർട്ടിസ്റ്റുകൾ, അതായത് മമ്മൂക്കയെ വെച്ച് പടം ചെയ്തു, ലാലേട്ടനെ വെച്ച് പടം ചെയ്തു, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പടം ചെയ്തു, പിന്നെ ശ്രീനിവാസൻ, അങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ അങ്ങനെ വളർന്നു. ഈ നമ്മുടെ സുരേഷ് ഗോപിനെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടോ? ഞാനായിരുന്നു പഴയ വെടിക്കാരൻ. ഞാൻ ഈ പടം ചെയ്യാനായിട്ട്, അതായത് ഈ അനുഭൂതി എന്ന് പറഞ്ഞ പടം ചെയ്യാൻ അവിടെ കോഴിക്കോടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നെ കണ്ട ഉടനെ വന്ന് ഞാൻ പറഞ്ഞു, സുരേഷ് നിങ്ങൾ എവിടെയാ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ പടം ചെയ്തു, നിങ്ങളുടെ ഒരു വിവരമില്ലല്ലോ.
നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ ചാൻസ് ചോദിച്ച് എൻ്റെ ചെരുപ്പ് തേഞ്ഞ് നടക്കുകയാണ്. അന്നൊന്നും വലിയ ഇല്ല, ആയില്ല. താരമായിട്ടില്ല. ഇത് എവിടെയാ, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമയല്ലേ. അന്ന് ആൾക്കാരൊക്കെ പറയുമായിരുന്നു, അതെ ഇത് ഒരാൾ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അയാളെപ്പോലാണ് നീ ഇരിക്കുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ ഒരു കേട്ടെ. ഞാൻ വേറൊരു കാര്യം കേട്ടേക്കുന്നത്, ജോസ് പ്രകാശിന്റെ അനിയൻ പ്രേംപ്രകാശ്, അതായത് കറിയാച്ചൻ അദ്ദേഹം താങ്കൾക്ക് വലിയൊരു ഹെൽപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യോ, അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും അത് അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഡൽഹിയിൽ ഒരു 2-3 വർഷം മോഡലിങ്ങിലൊക്കെ വർക്ക് ചെയ്യാറുണ്ട് പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം പിന്നെ നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ, സിനിമയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു അച്ഛനെ പരിചയപ്പെട്ടു. അതായത് നമ്മുടെ ഞാൻ ഓർക്കുന്നില്ല, കോളേജിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, ഒരു അച്ഛനാണ്, സൈമൺ ഊരാളി, BCM കോളേജ്. സൈമൺ ഊരാളിൽ എന്ന് പറഞ്ഞൊരു അച്ഛന് ആയിട്ട് നല്ല കമ്പനിയായി. മിക്കപ്പോഴും ഞാൻ അവിടെ പോകും, ക്രിസ്മസ് സമയത്തൊക്കെ കേക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, ഇപ്പം എന്നാടാ നിൻ്റെ പരിപാടി? ഞാൻ പറഞ്ഞു, സിനിമയ്ക്കാ അച്ഛാ. നിനക്ക് സിനിമ ആണല്ലേ? അപ്പം നമ്മുടെ കറിയാച്ചൻ നമ്മുടെ വലിയ കക്ഷിയാണ്. അപ്പോൾ കറിയാച്ചൻ അങ്കിളിൻ്റെ ഭാര്യ BCM കോളേജിൽ അപ്പം ഇവരൊരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ വിളിച്ചു നോക്കാം, കറിയാച്ചനെ ഇപ്പോൾ വിളിക്കുക, അവനിപ്പോൾ വിളിച്ചിട്ടുള്ളതെന്നും പറഞ്ഞ് അദ്ദേഹം, അന്ന് മൊബൈലൊന്നുമില്ല, കറക്കുന്ന വിളിച്ചിട്ട്, കറിയാച്ചു ഇപ്പോൾ എവിടെയാടാ? അപ്പം അച്ഛാ ഞാൻ വീട്ടിലുണ്ട്. എൻ്റെ ഒരു പയ്യനുണ്ടടാ, അവന് സിനിമാ ഭ്രമം കയറി ഇങ്ങനെ നിൽക്കുക. അവൻ അമേരിക്കയ്ക്ക് അവൻ്റെ അപ്പാപ്പൻ വിളിച്ചിട്ട് പോലും പോകാൻ നിൽക്കുക, അവന് സിനിമയാണ് മെയിൻ. അപ്പോൾ നിനക്ക് എന്തെങ്കിലും അച്ഛാ, ആ പയ്യനിപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടോ? കരയച്ചനങ്ങൾ ഉണ്ട്. നമ്മുടെ ശശികുമാർ സാറിൻ്റെ ഒരു പടം, അവരെല്ലാവരും ഇവിടെ ഉണ്ട്, പടം തുടങ്ങാൻ പോവാണ്. കോട്ടയത്ത് ഐഡയിലാണ് അവരെല്ലാവരും. നാളെയോ നാളെ കഴിഞ്ഞ് തുടങ്ങും. അപ്പോൾ പുതിയ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരിയ്ക്കുകയാണ്. അപ്പം ഈ പയ്യനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? കോട്ടയം ഐഡ ഹോട്ടലിൽ ഇപ്പോൾ പറഞ്ഞു വിട്ടേക്കാം എന്നും പറഞ്ഞു. നീ അങ്ങോട്ടൊന്ന് ചെല്ല. അവിടെ ഞങ്ങൾ നേരെ, ഞാൻ ഉടനെ, അപ്പോൾ എനിക്ക് ബൈക്കുണ്ട്, ഒരു ജാവയുണ്ട്, പഴയത്. അപ്പം ഞാൻ ഈ ജാവയിൽ അവിടെ ചെല്ലുന്നു, റിസപ്ഷൻ ചോദിക്കുന്നു, ശശികുമാർ സാറിനെ കാണണം. മുകളിലോട്ട് വിളിച്ചു ചോദിച്ചു, വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി എന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കി, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യുക, താഴെ വെയിറ്റ് ചെയ്യാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അത് ഒരു 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്തില്ല. താഴെ ഇരിക്കുന്ന ആളെ മുകളിലോട്ട് വിടാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. നാളെ കഴിഞ്ഞ് ഷൂട്ടാണ്, നീ വരണം. അപ്പം അതിന് നാളെ കഴിഞ്ഞ് ഷൂട്ടാണ്, നാളെ വരണം, ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം, റൂം ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു സംഭവം. അപ്പം കറിയാച്ചനങ്ങളാണ് എൻ്റെ ഗോഡ് ഫാദർ. അത് കഴിഞ്ഞിട്ട് കറിയാച്ചനങ്ങളിലെ ഒരു സീരിയലിൽ, അതായത് KK രാജീവ് ചെയ്തൊരു സീരിയലിൽ ഞാൻ അഭിനയിച്ചു. ഇപ്പോഴും നല്ല ബന്ധമാണ്. അങ്ങനെ ഒരു വലിയൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ച, അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് ആദ്യമേ ഒരാളെ ഈ കറിയാച്ചനങ്ങൾ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് ശശികുമാർ സാർ എന്നെ കാണാൻ തന്നെ തീരുമാനിച്ചത്. അല്ല, ഒരിക്കലും നടക്കത്തില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മലയാള സിനിമ ഭരിക്കുന്ന ഒരാൾക്കാരാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പ്രൊഡ്യൂസറാണ്, നടനാണ്, അല്ലേ, അങ്ങനെയൊക്കെയുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചു കേട്ടോ, KK രാജീവിന്റെ. അതെ. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ നാട്ടിലെ ഓണക്കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും പുതിയ താരങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. RJ മത്തായി.